അപ്പൊ നമുക്ക് ആ വൈറലായിട്ടുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ മുത്തുമഴയുടെ ആ ഒരു സംഭവത്തോട് കൂടി അങ്ങ് പരിപാടി ആരംഭിക്കാൻ പോവാണ്. കണ്ണാള കണ്ണേയൻ കണ്ണാള എന്നുൾ മന കാതலை கண்டாய கருமை கொண்ட கண்ணிக்கு பொய் சொல்லி நின்றாய போதும் போதும் என்னை சென்றாய காதல் வந்தாலும் போனாலும் பெண் என்ன செய்தாயோ முத்தமழை இங்க கொட்டி தீராதோ സാധാരണ മുസ്തഫയ്ക്ക് മുട്ടതൈലെന്ന് കേൾക്കുമ്പോഴേ പൊളിയും. അതെന്താണ് മുസ്തഫ യൂസ് ചെയ്യുന്നതാണോ? എന്നിട്ട് എന്താ പറയാമെന്ന് മറന്നുപോയിപ്പത്. അത് ആ പാട്ട് കേട്ട് കേട്ട് വെറുത്തിട്ടെന്നല്ല, എപ്പോഴും കേട്ടിട്ട് ഭ്രാന്ത് അടിച്ചിട്ട് അവസാനം വേറെ ഒന്നും കിട്ടിയില്ലാണ്ടൊക്കെ അപ്പൊ അങ്ങനെ പാടി പാട്ടിരുന്നത്. അതെങ്ങനെയാന്ന് വിചാരിച്ചു. വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് മുസ്തഫ ടീം എന്ന് തന്നെ നമുക്ക് പറയാം. മുസ്തഫ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ചിന്മയുടെ അതേ സൗണ്ടിലെ പാട്ടൊക്കെ പാടിയിട്ട് ബിഹൈൻഡ് ദ വുഡ് ഐസിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. സോ ആളുടെ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ബാക്ക് ടു ദി ഷോ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. ഓക്കെ, അപ്പൊ ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? അലോക്കും മുസ്തഫ അഷ്കർ. അലോക്, മുസ്തഫ, അഷ്കർ, ഇവർ 3 പേരൊരു ടീമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വൈറലായിട്ടുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ മുത്തുമഴയുടെ ആ ഒരു സംഭവത്തോട് കൂടി അങ്ങ് പരിപാടി ആരംഭിക്കാൻ പോവാണ്. തുടങ്ങിക്കോ. ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങുന്നതിന് മുന്നേ പറയേണ്ട ശബ്ദം കംപ്ലീറ്റ് പോയിരിക്കാൻ, എന്നാലും പറ്റുന്ന ഒരുപാട്. ഓക്കെ. കാലേ കനവിനിൽ കാതൽ കൊണ്ടേൻ കൺവിഴിത്തേൻ അവൻ കാണവില്ലേ, கண்விழித்தேன் அவன் காணவில்லை, கண்விழித்தேன் அவன் காணவில்லை. என்னோடு உன்னை ஒன்றாக்கும் வரை என்ன செய்தும் வலி தீரவில்லை. கண்ணாள கண்ணே என் கண்ணாளா என்னுள் மன காதலை கண்டாய கருமை கொண்ட கண்ணிக்கு பொய் சொல்லி நின்றாய போதும் போதும் என்னை சென்றாய காதல் வந்தாலும் போனாலும் பெண் என்ன செய்தாய் முத்தமழை இங்க கொட்டி தீராதோ முல்லை இரவுகள் பத்தி எரியாதோ ஜானுதம் மாருதம் தம் இங்க உந்தன் கையில் സ്വർഗം. അടിപൊളി. അത് ആ ജാനതമ്മൻ അതൊക്കെ എടുക്കുമ്പോണ്ടല്ലോ കറക്റ്റ് ആ ചിന്മയി എടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. സംഗതികൾ ആ ഒരു സംഗതികളൊക്കെ ഫീൽ ചെയ്ത് അടിപൊളി. ഇപ്പൊ സൗണ്ടിന് കുറച്ച് ഇതായതുകൊണ്ടാണ്. പക്ഷെ ഞാന് ഇത് കണ്ടപ്പോ മറ്റേ ഫ്ലവേഴ്സിലൊക്കെ പാടിയ ആ ഒരു ക്ലിപ്പ് കണ്ടപ്പോ ഇതിൽ ആരാ പാടുന്നത്? ചിന്മയി ആ ഒരു അവസ്ഥയിലായിപ്പോയി ഞാൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ചിന്മയുടെ ഒരു സൗണ്ട് ഉള്ളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോഴാ? ഞാൻ ആക്ച്വലി അങ്ങനെ വിചാരിച്ച് പാടിയ പാട്ടേ അല്ലത്. ഞാനത് എല്ലാ ഇന്റർവ്യൂലും പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എന്റെ ഫോൾസ് വോയിസ് യൂസ് ചെയ്തതാണ്. ഇത് മെയിൽ വോക്കൽ പാടുമ്പോ മുത്തുമഴ ഇങ്ക് കൊട്ടിത്തീരാതു ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്ത് കേട്ടൊക്കെ ഇപ്പൊ ഒരു ഭംഗിയില്ല തോന്നി. അങ്ങനെയാണ് ഞാൻ നേരെ മറ്റേ ഫോൾസ് വോയിസിൽ ട്രൈ ചെയ്യാൻ നോക്കി. അപ്പൊ ആളുടെ വോക്കല് കുറച്ച് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ടച്ചുള്ള ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ സാമ്യമായി പോയത്. ഓക്കെ, പക്ഷേ നോർമലി ഒരു മെയിൽ വോയിസിന് എടുക്കാൻ പറ്റാത്ത ഒരു സൗണ്ടാണ് ചിന്മയുടെ. ഒരേ സമയം സ്വീറ്റ് ആയിട്ടുള്ള എന്നാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നോർമലി ഇപ്പം മെയിൽ ആയിട്ടുള്ള ഒരാൾ ഫീമെയിൽ വോയിസ് എടുക്കാൻ നോക്കുമ്പോൾ മിക്കപ്പോഴും ജാനകിയുടെ വോയിസ് വരത്തുള്ളൂ. അതാണ് റിയാലിറ്റി. ജാനകി അല്ലെങ്കിൽ ലതാ മങ്കേഷ്കർ ആ ഒരു ടൈപ്പ് വോയിസ് വരത്തുള്ളൂ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ചിന്മയുടെ വോയിസിൽ ഒരാൾ പാടുന്നു. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പം ചിന്മയുടെ മുമ്പിൽ ഡയറക്റ്റ് ഇരുന്ന് പാടാൻ ഒരു അവസരം കിട്ടിയപ്പം എന്താണ് ഫീൽ ചെയ്തത്? അല്ല, ഞാൻ അവിടെ എത്തിയിട്ട് ആ റൂമിൽ കയറുന്ന വരെയും എനിക്ക്, ഞാൻ ആദ്യമായിട്ട് ചെന്നൈക്കാ പോണതും അപ്പൊ അവിടെ എത്തണ വരെയും ഞാൻ റബ്ബേ ഇത് ഓലെ തന്നെ ആയിരിക്കൂലേ വിളിച്ചത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ എത്തിയിട്ട് അത് നടന്നു കഴിഞ്ഞ് നോക്കിയപ്പോ സന്തോഷമായി. കാരണം അവര് ഒരിക്കലും വേറെ രീതിക്ക് നമ്മളവിടെ പെരുമാറുന്നില്ല. മീൻസ് ഒരു വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിക്കല്ല. അപ്പൊ നമ്മളെങ്ങനെയാണ് ഇരുന്ന് സംസാരിക്കുന്നത് അതേപോലെ തന്നെ. തമിഴ്നാട്ടിൽ തന്നെ കുറെ പേരും കിട്ടിയില്ലേ? എന്താ ചിന്മയൻ.
ചിന്മയൻ. ഓക്കെ, അപ്പൊ ചിന്മയ്ക്ക് ചിന്മയൻ. മുത്തുമഴയും മുമ്മു. മുത്തുമഴയും മുമ്മു. അപ്പൊ ഇനി ഞാൻ മുസ്തഫ എന്ന് പറയുന്ന നമ്പർ മുത്തുമയ മുമ്മു എന്ന് സേവ് ചെയ്യാം. അപ്പൊ നമുക്കിനി മുത്തുമയ മുമ്മു അല്ലെങ്കിൽ ചിന്മയൻ. ഓക്കെ, ഇതെന്താ ഗിത്താറൊക്കെ പിടിച്ച് വന്നേക്കുന്നത്? എന്താണ് ഇവിടെ കലാപരിപാടി നടത്താനുള്ള വല്ല ഉദ്ദേശമുണ്ടോ? ഞങ്ങൾ ഈ പാട്ട് മീൻസ് എന്റെ ഈ പാട്ട് വൈറലായതിന്റെ കൂടെ തന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ പാടിയ ഒരു സാധനം. അതെ, അത് പറഞ്ഞപ്പോഴാണ് പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണ നിങ്ങൾ പാടി ഭയങ്കര ക്ലിക്കായി പോയി. അപ്പൊ നമുക്ക് അടുത്തത് അതും കൂടി ഒന്ന് ട്രൈ ചെയ്താലോ? ഞങ്ങൾ ആ പാട്ട് അത് ഏറ്റവും കാരണക്കാരൻ ഇവനാണ്. എന്താണ് അഷ്കര, എന്താണ് സംഭവം? എന്താണ് എനിക്ക് പാട്ട് നല്ല റീൽസ് അയച്ചു കൊടുക്കും. നല്ല റീൽസ് അയക്കില്ല. അതെനിക്ക് മനസ്സിലായി. നമ്മള് ഈ റീൽസ് അയക്കുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അബദ്ധ റീൽസ് അയക്കുന്ന ഒരു ചങ്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു കൂട്ടത്തിൽപ്പെട്ട അഷ്കർ അല്ലേ? ഓക്കെ, എന്നിട്ട് നല്ല റീൽ അയച്ചപ്പോ നല്ല റീൽ അയച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള റീലുകൾ കൂടുതൽ അയച്ചു കൊടുക്കും. അപ്പം നമ്മളോടൊരു അറ്റാച്ച്മെന്റ് വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്ന് പാട്ടിനോട് അറ്റാച്ച്മെന്റ് വന്നു. വീഡിയോ എവിടൊക്കെ റീലുണ്ടോ അതൊക്കെ മൊത്തം മുട്ടത്തൈലുമായി. അങ്ങനെ ഒരു സുപ്രഭാതത്തില് ഇതുപോലെ മുസ്തഫ വീട്ടിൽ ഒരു രാത്രി മുസ്തഫ വീട്ടിൽ വന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് അപ്പോ പുറകിലിരുന്ന് നമ്മുടെ ഗിറ്റാറിസ്റ്റ് അലോക് സ്റ്റം ചെയ്ത് നോക്കുന്നു, പാട്ട് കേൾക്കുന്നു, മൂളി നോക്കുമ്പോഴത്തേക്കിന് സാധാരണ മുസ്തഫയ്ക്ക് മുട്ടതൈലം കേൾക്കുമ്പോഴേ പൊളിയും. എന്നിട്ട് എന്താ പറയാമെന്ന് മറന്നുപോയിപ്പത്. അത് ആ പാട്ട് കേട്ട് വെറുത്തിട്ടെന്നല്ല, എപ്പോഴും കേട്ടിട്ട് ഭ്രാന്ത് അടിച്ചിട്ട് അവസാനം വേറെ ഒന്നും കിട്ടിയില്ലാണ്ടൊക്കെ അപ്പൊ അങ്ങനെ പാടി പാട്ടിരുന്നത്. അതെങ്ങനെയാന്ന് വിചാരിച്ചത്. 10-20 ഓക്കെ, ഞാൻ വിചാരിച്ച് ഗിത്താറൊക്കെ പിടിച്ചു വന്ന് ഏതോ ഭയങ്കര പാട്ടൊക്കെ പാടാനാ. അപ്പൊ പാടാൻ വന്ന പാട്ട് മുട്ടത്തല പാട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, തുടങ്ങിക്കോ. അന്ന് പാടിയതിനു ശേഷം ഇന്നാണ് പാടുന്നത്. അതിനുശേഷം ഞങ്ങള് മറ്റേ ഒറ്റ ട്യൂണല്ലേ ഉള്ളു. അപ്പൊ എങ്ങനെയും അഥവാ കേറാച്ച കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട് 3 ട്യൂണിൽ ഒറ്റയ്ക്ക് പാടി വെക്കതാ. ആ ട്യൂൺ വന്നിട്ട് വരുന്ന ടൂണിൽ അങ്ങ് പാടി. അപ്പൊ തുടങ്ങിക്കോ. അപ്പൊ നമുക്ക് പൊന്നു സോദര പാട്ട് കേൾക്കാം. വായിക്കാൻ ഗ്യാപ്പ് ഉണ്ടോടാ? രണ്ടാമത്തെ ട്യൂൺ എന്ത് ചെയ്യുന്നു? മുട്ടത്തൈലം വാങ്ങിയിട്ട് ചോളി. അത് വരി ട്യൂൺ അല്ല, ഞങ്ങള് 3 ട്യൂണൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്നും അറിയത്തില്ല. ഒറ്റടിക്ക് പോയേക്കാം. മറ്റേ ഒരു കട്ട കൂട്ടിക്കോ, കിട്ടുമായിരിക്കണം. പൊന്നു സോദര എന്തിനാ? അത് രണ്ടാമത്തെ. ചെറുക്കരുട്ടാരോ? പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിത്തേച്ചോടി, വേഗം വേദനകൾ മാറും കേട്ടോളി. പൊന്നു സോദര 1 2 3 4. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈല വാങ്ങിത്തെ ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈല വാങ്ങിത്തെ ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങി തേച്ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങി തേച്ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങി തേച്ചോളി, വേഗം വേദനകൾ മാറും കേട്ടോളി.
പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ മുട്ട തൈലം വാങ്ങി തേച്ചോളി വേഗം വേദനകൾ മാറും കേട്ടോളി. അയ്യോ അടിപൊളി. അതായത് 4 ഇതില് 3 തുടക്കത്തിൽ ഹമ്മിങ് കിട്ടതാ. ഹമ്മിങ് കിട്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ 3 ഇതില് പാടി 3 എന്താ പറയാ വേർഷൻസ്. ആ 3 വേർഷൻസിന് പാടി സെറ്റാക്കി. എന്റെ പൊന്നെ, ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ? സാധാരണ ഞാൻ ആ പുള്ളി പബ്ലിക്കായിട്ട് ഇതാക്കുന്നത് വിൽക്കുന്നു, ആ പാട്ട് വെക്കുന്നു, അങ്ങനെ ഉള്ളൊരിതാ കണ്ടത്. പക്ഷെ ഈ ഒരു പാട്ടിന് ഇത്രയും ഭംഗിയാക്കി ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. സന്തോഷ് പണ്ഡിറ്റിന്റെ ഓരോ പാട്ടുകളും വളരെ മനോഹരമാക്കി ഇതാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ട്രൈ ചെയ്യാം കേട്ടോ. മീൻസ് കൊള്ളാത്ത പാട്ടുകളെല്ലാം. അതെ, ഞങ്ങള് നല്ലപോലെ ഒരുമിച്ചുള്ള പാട്ടുകൾ കുറെ ഇട്ടുണ്ട്, അതൊന്നും കേറിയില്ല, ഇതാണ് കേറിയത്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ പാട്ടുകൾ ഇട്ടാ കേറുന്നാണ് പറയുന്നത്. കഴിവുകൾക്ക് ഇപ്പൊ ഒരു വിലയില്ലേ ചില സമയത്ത് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം ഇപ്പൊ 1 മില്യൺ റീച്ച് എത്തി, എന്ത് തോന്നുന്നു? നല്ല സന്തോഷം. വലിയ സന്തോഷം. നമ്മള് അങ്ങനല്ല, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സന്തോഷമുണ്ട്, കാരണം ആൾക്കാർ അറിഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഇപ്പൊ ഞങ്ങള് 3 ആളും, ഇവൻ ഇപ്പൊ പാട്ടുകാരനാണ്, ഗിറ്റാറിസ്റ്റുമാണ്, ഇവനും പാട്ടുകാരനാണ്, ഞാനും പാട്ടുകാരനാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ ടൈപ്പ് പാട്ട് പാടുന്നവരാണ് എന്നുള്ളൊരു ലെവൽ പുറത്തു പോകരുത് എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്. ഞങ്ങള് ഇപ്പൊ മുസ്തഫ ലൈവ് എന്ന് പറയുന്ന ഒരു ബാൻഡ് ഉണ്ട് ഞങ്ങക്ക്. അപ്പൊ നല്ല പാട്ടുകൾ പാടുന്നവരും കൂടെയാണെന്ന് അറിയാൻ ഞങ്ങളെ പ്രൊഫൈൽ പോലെ നോക്കിയാൽ മതിയായിരുന്നു എന്നേ ഉള്ളൂ എനിക്ക്. ഓക്കെ, അപ്പം നിങ്ങളുടെ നാടൊക്കെ എവിടെയാണ്? കോഴിക്കോട്. പാലക്കാട്. കാഞ്ഞിരപ്പള്ളി. എവിടെ? കാഞ്ഞിരപ്പള്ളി. അപ്പൊ 3 ജില്ലയിലാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുകൂട്ടിയത്? ഒരു സമയത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ എറണാകുളത്ത് ഇപ്പൊ 2 years ആയി. ഇപ്പൊ എറണാകുളത്ത് മുസ്തഫനെ പരിചയമായിട്ടും ഞങ്ങക്ക് 2 years ആയി. ഇവിടെ പണ്ടൊരു എല്ലാരും കൂടെ കൂടി പാടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, താഴ്വാരം കഫേല്. അങ്ങനെ അത് വലിയൊരു കണക്ഷൻ ആയിരുന്നു. അപ്പൊ അതിന്ന് പിന്നെ കുറഞ്ഞു വന്നു. ഇപ്പോഴും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതില് ഏറ്റവും കൂടുതലായിട്ട് ബാക്കി വന്നതാണ് മുസ്തഫ. അങ്ങനെ പിന്നെ ഞങ്ങള് സ്വന്തമായിട്ട് കുറെ ആയിട്ട് ഒരു ബാൻഡ് തുടങ്ങി. കുറെ ബാൻഡിൽ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഉള്ളത് മുസ്തഫ എന്നുള്ള ഒരു ബാൻഡിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കും വരുന്നുണ്ട്. ഓക്കെ, അതായത് മുത്തുമഴ മുമ്മു. അപ്പൊ മുസ്തഫ ലൈവ് ഇടുന്നതിന് പകരം മുത്തുമഴ മുമ്മു എന്നിട്ട കുറച്ചുകൂടെ ഇപ്പൊ നാട്ടില് മുത്തുമഴ മുമ്മു എന്നാണ് വിളിക്കുന്നത്. ഇവിടെ എത്തിയിട്ടില്ല. ഈ ഇന്റർവ്യൂ ഇറങ്ങുമ്പോ അധികം വേഗാതെ എത്തിക്കോളും. ഇങ്ങോട്ട് ഇതുവരെ വന്നില്ല അല്ലെ? അല്ല, പേടിക്കണ്ട, ഈ ഇന്റർവ്യൂ ഇറങ്ങി ഇപ്പൊ വന്നോളും, പേടിക്കണ്ട. അപ്പം പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അനിയൻ, അമ്മ, ഇപ്പൊ അമ്മ, 2 താത്താര്, അളിയന്മാര്, 7 മക്കളുണ്ട്. ഇപ്പൊ അപ്പൊ വീട്ടിലെ ഏക ആൺതരിയാണ്. അല്ല, എന്റെ താത്താർക്ക് 2 ആൾക്കും കൂടെ ടോട്ടൽ 6 പെൺമക്കളായിരുന്നു. അവർക്ക് കൂട്ടായിട്ട് ഇപ്പൊ ഒരു ആൺതരി പോകുന്നുണ്ട്, 7ാമത്. മൂത്ത താത്താക്ക് 4 പെൺമക്കളും, 2ാമത്തെ താത്താക്ക് 2 പെൺകുട്ടി, 1 ആൺകുട്ടി. അതെ, ഞാൻ കുറച്ച് അത് ഏക ആൺതരിയായിരുന്നു. വീട്ടിലെ ഒരു ചോട്ട വന്നതിന് ശേഷം ആ ഒരു പദവി അങ്ങ് പോയി. ഇല്ല, ആക്ച്വലി ഓൻ വന്നതിന് ശേഷമാണ്, ഓൻ വരുന്നതും ഞാൻ വൈറലാവണതും ഒരേ ദിവസം. എന്റെ രാശിയാണ്. അപ്പൊ ഇപ്പൊ എത്രയായി അത് വൈറലായിട്ട്? എത്രയായി ഇപ്പൊ വീഡിയോ? ഇപ്പൊ ഞാൻ 3 മാസം, 2.5-3 മാസമായി. 2.5-3 മാസം. അപ്പൊ ഒരു അനുഗ്രഹമാണ്. അപ്പൊ മാമന്റെ അനുഗ്രഹമാണ് ആ ജനിച്ച കൊച്ചെന്ന് പറയുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ, പാപ്പ, ഉമ്മ, 2 അനിയത്തിമാര്. ഓക്കെ, അപ്പം വീട്ടിലെ കാണത്തരിയാണ് അവിടെ. ഓക്കെ, അപ്പം ഇങ്ങനെ വൈറലാവുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല. അപ്പം മുസ്തഫ വൈറലാവുന്നു, ചിന്മയെ കാണുന്നു, അപ്പം ഫ്രണ്ട്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഫീൽ എന്താണ്? ഞാൻ ഇവനെ മിനിറ്റ് കൂടുന്നതോറും മുമ്പ് ഇത്ര ഫോളോവേഴ്സ് ആയിട്ടോ. എന്റെ ഇത് കൂടുന്നതില് ഇന്നേക്കാൾ കൂടുതൽ ഇത് കാണിച്ചേക്കുന്നത് ഇവനാ. കാരണം ഇവ ചിലപ്പോ വർക്കിലായിരിക്കും, പക്ഷെ അതിന്റെ അടക്കം വിളിച്ചിട്ട് പറയും ഇത്ര ആയി. ഞാൻ അറിയും. എനിക്ക് ഭയങ്കര 2 ആൾക്കും അതെ. അപ്പൊ നിങ്ങളിപ്പം 3 പേരാണ് ഗ്യാങ് ആയിട്ടുള്ള വലിയൊരു ഗ്യാങ്? അല്ല, ഇതിപ്പോ നമ്മളാ വീഡിയോയില് നമ്മൾ 3 ആളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ബേസിസ്റ്റ്. ഓക്കെ, അപ്പൊ ഗാനമേള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളങ്ങ് വിളിച്ചാൽ മതി. ദുബായിലൊക്കെ ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, താഴെ കൊടുക്കാതെ. ഓക്കെ, അപ്പം പിന്നെ നമ്മളിപ്പം ഫണ്ണി ആയിട്ടുള്ള പാട്ട് മാത്രമല്ല, സീരിയസ് ആയിട്ടുള്ള പാട്ട് പാടുന്നു പറഞ്ഞു. ഇവര് വിചാരിക്കും മുട്ടത്താലം ഇതാക്കി ഫേമസ് ആയെന്ന്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിൽ കൈവച്ചാലോ? അയ്യോ,
പൊന്നുസഖിയുടെ പാട്ട് ഇതാന്നല്ല പറയുന്നത്, പൊന്നു സോദര അല്ല, പൊന്നു സഖിയുടെ ടോണാണ് എടുത്തിട്ടത്. പൊന്നു സോദരയുടെ ഇതാണ് എടുത്തിട്ടത്. എന്തത് എനിക്ക് തന്നെ മിസ്റ്റേക്ക് ആയിപ്പോയി. പൊന്നു സഖിയുടെ ടോൺ എടുത്തിട്ട് ഇല്ല, മ്യൂസിക് ആണോ എന്തോ സാധനം, എന്താ മുട്ടത്തൈലല്ലേ പാട്ട്? മുട്ടത്തൈലെ പാട്ട്, പക്ഷെ പൊന്നു സഖിന്റെ മറ്റേ സാധനമല്ലേ എടുത്തിട്ടത്. പൊന്നുസഖി എന്തിനാ പിണക്കനോട് എന്തിനാ, ബെസ്റ്റ്. അതല്ലേ ഞാൻ പറഞ്ഞിരുന്നത്, അതിന്റെ ടോൺ എടുത്തിട്ടല്ലേ ഞാൻ മൊത്തം എന്നെ കൺഫ്യൂസ്ഡ് ആക്കി. ഞാൻ തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അതല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിപ്പിച്ചു. നമ്മുടെ താജുദ്ദീൻ മടുകറിയാന്ന് തോന്നുന്നു ആരോ അതിൽ ആക്ട് ചെയ്തിട്ടൊക്കെ അവരെ പണ്ടത്തെ ഒരു പാട്ടായിരുന്നു. അതാണല്ലോ നമ്മുടെ ജാസി കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് പാടുന്നേ. ആ പാട്ടല്ലടോ പറഞ്ഞത്, നിങ്ങൾ എന്നെ മൊത്തം കൺഫ്യൂഷൻ ആക്കുന്നത്. അല്ല, ജാസി ആ പാട്ട് പാടിയാണ് പൊന്നുസഖി വൈറലാക്കിയത്. അത് കഴിഞ്ഞ് ഇപ്പം ഈ ഒരു മറ്റേ പുള്ളിക്കാരൻ വൈറലാക്കി മുട്ടത്തൈലം. എന്തൊരു കോയിൻസിഡൻസ്. അതും കുറച്ച് കഴിഞ്ഞിട്ട് അറിയുന്നത്. ഞങ്ങൾ പാട്ടിടുന്നവരറിയില്ല. അപ്പൊ ഒരു കമന്റ് ഇട്ട ഒരാള് ആളെ ടാഗ് ചെയ്തിട്ടു. അപ്പോഴാണ് നമ്മൾ ഈ പാട്ട് കിട്ടിയിട്ട് കിട്ടുന്നുണ്ട് നല്ലോണം. എന്താ മുസ്തഫ അല്ല, മറ്റേ മുത്തുമഴയുടെ മുമ്മു മുസ്തഫ, മുത്തുമഴ മുമ്മു, പിന്നെ ചിന്മയൻ, ഇപ്പതാ അതെന്താ ജനുവരി പാട്ടായിരുന്നു എന്റെ ആദ്യം വൈറലായ. അത് കഴിഞ്ഞിട്ട് മുത്തുമഴ വൈറലായ. അടിപൊളി. ഓക്കെ, അടിപൊളി. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ നമ്മള് ഇനിയിപ്പം ഈ പൊന്നു സോദര പാട്ട് മാത്രമല്ല, നമുക്ക് നല്ല നല്ല സിനിമ പാട്ടുകളെല്ലാം പാടാൻ പറ്റുന്നുള്ള കഴിവും കൂടി അങ്ങ് തെളിയിച്ചു കൊടുക്കുക, കാണട്ടെ. നമ്മള് ഒരു പ്ലാൻ ചെയ്തേക്കുന്നില്ല. അതായത് ഞാനൊരു ഞങ്ങളാ ഭാഗത്തുനിന്ന് കുറെ ഇപ്പുറത്താ ഒരുമിച്ചിട്ട് ഒരു പാട്ടും നോക്കിയിട്ട് മൂന്നാളെ ഓരോ സിംഗിൾസും അതെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായി. കുഴപ്പമില്ലല്ലോ, പഠിക്കും. അല്ലെങ്കിൽ ലെങ്ത് അറിഞ്ഞൂടാ. আমি যে তোমার শুধু যে তোমার মেরে ঢোলনা সুন. ഞാൻ എന്താ പറയണ്ടെന്നറിയാം. ഞാൻ അടിപൊളി, ഭയങ്കര ഭയങ്കര അസലായിട്ട് പാടി. കാരണം ഒരു ഗിത്താറ് മാത്രം വെച്ചിട്ട് ആ ഒരു ഒറിജിനൽ ഫീലിൽ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസാര സംഗതിയല്ല. ഈ ഒരു സോങ് പാടുന്ന തന്നെ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് പേരറിഞ്ഞൂടെ, ഞാൻ പാട്ടിൽ ഇതൊന്നുമില്ല, എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഓരോ ആളുകൾ കമ്പോസ് ചെയ്ത് ഇങ്ങനെ ആക്കി പോകേണ്ടടുത്ത് വെറും ഒരു ഗിത്താർ മാത്രം വെച്ച് ഒരു ഗിത്താർ വെച്ച് ആ കറക്റ്റ് ആ ഒരു ഇതിൽ പോയി കണ്ണടച്ച് കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പാട്ട് തന്നെ ഫീൽ ചെയ്യും. അടിപൊളിയായിട്ട് പാടി, അസാധുവായിട്ട് പാടി. നമുക്ക് പിന്നെ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നോ? ചെറുപ്പം തൊട്ടിട്ടേ ഞാൻ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ എല്ലാത്തിന്റെ കാർഡ്സ് മൊത്തം കാരണം എല്ലാത്തിനും നല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദി റിയാലിറ്റി ഷോസിന്റെയും മറ്റേ ഫൈനൽ ഓഡീഷനിൽ ഔട്ടായി പോയി. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പോയിട്ട് പക്ഷെ എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓരോ അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുമ്പോഴും നമ്മൾ വേറെ എന്തോ നല്ല അവസരങ്ങളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഷെയ്ൻ നിഗം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പണ്ടത്തെ അമൃത ടിവിയിലെ ദീപക് ദേവ് അവരൊക്കെ ജഡ്ജായിട്ട് ഇരുന്ന പരിപാടിയില് ഡാൻസിന്റെ അല്ല ഇരുന്ന പരിപാടി സോങ് പാടാൻ നേരത്ത് പിന്നെ എന്തായിരുന്നു ആ പാട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഹിന്ദി സോങ് ആണ് ആ പാട്ട്. ആ 6th എന്തോ പഠിക്കുന്ന സമയത്ത് പാട്ട് പാടി. അന്ന് അവിടെ നിന്ന് ജഡ്ജസ് കളിയാക്കി ചിരിച്ചു. ഇന്ന് ഷൈനിക എവിടെ എത്തി നിൽക്കുന്നു. അതാണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് പിന്നെ റിജക്ട് ചെയ്യുമ്പം അതിനേക്കാൾ എന്തോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്റ്റാർ സിംഗർ ആയിരിക്കില്ല, ചിലപ്പം ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് നാളെ ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം അടിപൊളി അസാധ്യമായിട്ട് പാടി. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ 3 പേരുമായിട്ട് ഇനി പാട്ട് പാടാന്ന് പറഞ്ഞല്ലോ, എന്താണ്? ഇവരൊക്കെയും സിംഗേഴ്സ് ആണ് ആക്ച്വലി. എല്ലാവരും സിംഗേഴ്സ് ആണ്. ഇവന്മാരുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് അത് ഞാൻ ഈ കിട്ടിയ അവസരത്തെ ഞാൻ പറയാം. പറഞ്ഞു, തീരെ സ്വന്തം അക്കൗണ്ടിൽ പാട്ടില്ല, വേറെ ആരുടെയും അക്കൗണ്ടിലാണോ? അങ്ങനല്ല, അതായത് പാട്ട് ഇടും, സ്റ്റോറി ആയിരിക്കും. അയ്യോ, ഒരു കാര്യം ചെയ്യേ, പിന്നെ മറ്റേ എന്താ പറയാ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ഇടുക സ്റ്റോറി, അതാവുമ്പോ പിന്നെ ആരും കാണൂല. ഇപ്പൊ അവര് വീണ്ടും ഇടാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇവരെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരുന്നത് മുസ്തഫയാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, പക്ഷെ കാരണം എനിക്ക്
ഇക്ക് പിന്നെ കാര്യം നടന്നതിൽ ഞാൻ ഭയങ്കര സന്തോഷം. പക്ഷെ ഇന്നൊക്കെ സന്തോഷം എനിക്ക് വരില്ല കാണണ്ട. അപ്പൊ പിന്നെ അവരും കൂടെ ആവാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ അവരവരുടെ ഒരു ഇത് ആവാൻ വേണ്ടിയിട്ടാ പോവാ. ഓക്കെ, ഞാൻ സക്സസ് ആവാം. പക്ഷെ കൂടെ നിൽക്കുന്നവരെ സക്സസ് ആക്കിയിട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് ചുരുക്കം ചിലരെ കാണുള്ളൂ. നിങ്ങൾ ലക്കിയാണ് ഇതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ കേട്ടോ. ഞാന് എനിക്കൊരു വീഡിയോ അവൻ ഇങ്ങോട്ട് അയച്ചു തന്നെ, ഇതെടുത്ത് റീലിട്, എന്നിട്ട് ഞാനിട്ട് ഇട്ട് അല്ലാതെ ഇടരുത്. അല്ല ഞാൻ വെച്ചിരുന്നു, ഇടാൻ വേണ്ടി വെച്ചായിരുന്നു, ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പം അതിന് ശേഷമാണ് ഈ ത്രോട്ടിന്റെ കുറച്ച് പ്രശ്നം വന്നത്. ഇപ്പൊ കഴിഞ്ഞൊരു വീക്കായിട്ട് ത്രോട്ടിന്റെ കുറച്ച് പ്രോബ്ലം ആയിട്ട് നിൽക്കാണ്. മാറുമായിരിക്കും. അപ്പൊ ഈ ഒരു അവസരം ഓരോ സിംഗിൾസ് പാടാൻ. അതെ, അപ്പൊ അതെ, അങ്ങനെങ്കിലും ഉള്ളിലുള്ള കലാകാരന്മാരെ എല്ലാരും തിരിച്ചറിയട്ടെ. കാരണം ഇവര് മറ്റേ ലൈവില് പാടുന്നവരാ. അതായത് ഇപ്പൊ മുസ്തഫ ലൈവ് നോട്ട് ഓൺലി ഫോർ മുസ്തഫ, എനിക്ക് ഒറ്റയ്ക്ക് പാടാനുള്ളതല്ല, ഇവരെല്ലാവരും പാടുന്നവരാണ്. ആൻഡ് ഓൾസോ ഫീമെയിൽ സിംഗേഴ്സും ഉണ്ട്, അവരെയും വിളിക്കാറുണ്ട്. അപ്പൊ ആ ലൈവില് പാടുന്നത് അധികം ആരും കാണും, ആ ഒരു സ്റ്റേജിലുള്ളവർ മാത്രമല്ല ഇവരെ കാണുന്നത്. അപ്പൊ തുടങ്ങിക്കോ. जो कर तुम्हें गिर जाएगी, गम को रुलाओ सभी, बेकरार है बात करने को, कहने दो इनको जरा, खामोशियां ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ എവിടേക്കോ നമുക്ക് ആദിത് സിംഗിന്റെ ഒക്കെ ഒരു സൗണ്ട് എടുക്കാൻ പറ്റും, അല്ല പറ്റും എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം അങ്ങനെ പറയുന്നല്ല, മീൻസ് ആ ഹൈപ്പിച്ച് ആ സാധനം വരുമ്പോ അല്ലെ ഒരു ടച്ച് ഉണ്ട്. ബോളിവുഡ് സോങ്സ് ഫേവറേറ്റ് സിംഗറാണ്. അതേപോലെ തന്നെ അനുജി എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്, പുള്ളിയുടേതും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആർട്ടിസ്റ്റ്, പുള്ളിയുടേതും മാത്രമേ പാടാറുള്ളൂ. ആ ഹൈപ്പിച്ചെടുത്തിട്ട് ആ ഒരു ആ സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് അതായത് ട്രൈ ചെയ്യാൻ പറ്റും. ത്രോട്ട് ഇഷ്യൂ ഒക്കെ മാറിയിട്ട് ശ്രമിച്ചു നോക്ക്, ചിലപ്പം ഒരു ദിവസം പിന്നെ ചിന്മയുടെ അടുത്തിരുന്ന പോലെ ആദിത് സിംഗിന് മുന്നേ ഇരിക്കാൻ പറ്റട്ടെ അല്ലേ? ഓക്കെ, അപ്പം അലോകിന്റെ ടേൺ കഴിഞ്ഞു, ഇനി അഷ്കറിന്റെ ടേൺ ആണ്. അഷ്കർ പാട്ട് പാടാൻ പോവാണ്, പഠിക്കോ. ना तेरे बिना लगदा जी, मैं तनो समझावा कि ना तेरे बिना लगदा जी, तू की जाने प्यार मेरा, मैं करूं इंतजार तेरा, तो दिल तू यूं जान मेरी, ना तनु समझावा ना तेरे बिना लगदा जी. മൂന്ന് പേരും അടിപൊളി പാട്ടുകാരാണ്. ഞാൻ വിചാരിച്ചു ഈ പൊതുവെ ഒരാളായിരിക്കുമല്ലോ മെയിൻ ബാൻഡിലെ പാട്ടുകാര്, ഒരാള് മീൻസ് ഇതാണ്, ഒരാൾ അങ്ങനെ എങ്ങനെയാന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ മൂന്ന് പേരും നല്ല അടിപൊളി സിംഗേഴ്സും കൂടിയാണ്. അപ്പം മുസ്തഫ ലൈവിന്റെ പരിപാടികൾ ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കട്ടെ. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് പാടി. ഞങ്ങളെ വിളിച്ചാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.